നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിഴി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിഴി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു ശാരോനിലെ പനിനീർദളമായി ദാവീദിൻ സ്നേഹസങ്കീർത്തനമായി ശാരോനിലെ പനിനീർദളമായി ദാവീദിൻ സ്നേഹസങ്കീർത്തനമായി പവനനിലൊഴുകും പൂമളമായി പാടിന്റെ നാഥനെ എതിരേൽക്കാം പവനനിലൊഴുകും പൂമളമായി പാടിന്റെ നാഥനെ എതിരേൽക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്നേഹിതരെ, ഇന്നത്തെ വായനകളെല്ലാം തന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അനുഷ്ഠിക്കേണ്ട ദാനധർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഇടം മനുഷ്യർ പരസ്പരം സഹായിച്ച് ജീവിക്കണം, സ്നേഹിച്ച് ജീവിക്കണം എന്താണെന്ന് വിശുദ്ധത്തിൽ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് യഹൂദരുടെയും നിയമജ്ഞരുടെയൊക്കെ കപടനാട്യത്തെ കുറിച്ച് ക്രിസ്തു പ്രതിപാദിക്കുന്നു. അവർ ദാനധർമ്മം ചെയ്യുമ്പോൾ എല്ലാവരെയും അറിയിക്കുകയും അങ്ങനെ സമൂഹത്തിൽ പ്രശസ്തി കിട്ടുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അവരുടെ ഉണ്ടായി. അതിനെ വിമർശിക്കുകയാണ് ക്രിസ്തു. നിന്റെ പ്രാർത്ഥനയും ദാനധർമ്മവും രഹസ്യത്തിലായിരിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. നാം ദൈവത്തോട് നടത്തുന്ന വലിയ സംഭാഷണമാണ് നമ്മുടെ പ്രാർത്ഥന. അത് രഹസ്യത്തിൽ ചെയ്യുവാൻ നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവൃത്തികളാണ് ദാനധർമ്മം. അത് രഹസ്യത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ പിതാവ് നമുക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കും. ഈ ലോകം ഇങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ചെറുത് കൊടുത്താലും വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് വ്യത്യസ്തമായി ക്രിസ്ത്യാനികൾ സമൂഹത്തിന് മാതൃക നൽകണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. സ്വമായ ബോധ്യത്തോടുകൂടെ കർത്താവിന്റെ പഠനങ്ങളിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനായി നമുക്ക് പരിശ്രമിക്കാം. സഭാമാതാവ് ഇന്ന് ഫ്രാൻസിസ് റേസിന്റെ തിരുനാളാണ് ആഘോഷിക്കുക. 1597 ജനിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് റേസിസ്. പ്രത്യേകിച്ചും ലാളിത്യം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏറ്റവും ഉചിതമായ രീതിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഫ്രാൻസിസ് റേസിന് സാധിക്കും. ആ മാതൃക നമുക്കും പിൻചെല്ലുവാനായിട്ട് പരിശ്രമിക്കും. അതിൽ തുടർന്ന് നമുക്ക് നൽകണമേ എന്ന സർവശക്തിയുള്ള പ്രാർത്ഥന. ഇന്നത്തെ ദിനത്തിൽ വിജയോദിയാനങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയിൽ നിശ്ചിതമായ ഒരു ജീവിതം നയിക്കുവാൻ അപേക്ഷിച്ചതിന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവത്തിന്റെ
ആ പ്രിയ സഹോദരനെയും കുടുംബത്തെയും ദൈവകരങ്ങളെ സമർപ്പിക്കാം. അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് കരുണയോടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഇത് പറയുന്നു. എന്തെന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകിയാൽ അവസ്ഥമായപ്പോൾ എല്ലാ മാലാഖമാരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവം ഞങ്ങളുടെ അപേക്ഷകൾക്ക് അനുവാദം ശ്രമിക്കണം. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതൊന്നും തന്നെ ചെയ്യുവാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകുന്നു. അങ്ങേ കൽപ്പനകൾ പിന്തുടർന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ ഞങ്ങൾ പ്രസാദിപ്പിക്കുവാനാണ്. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എന്ന് ദൈവമായി ജീവിക്കുവാനുള്ള അങ്ങേ കൃപയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സോത്തയുടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവം നൽകുന്നവനാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാൻ, സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതയ്ക്കാരന് വിത്തും ഭക്ഷിക്കാൻ അല്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയനെ അന്ധകാരത്തിൽ പ്രകാശമിരിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും.
അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വരികയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വ്യക്തമായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ തമിഴ്നാട്ടിക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയും, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കും. രഹസ്യം അറിയുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തമിഴ്നാട്ടിക്കാരെ പോലെ ആവരുത്. അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചത്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. രഹസ്യങ്ങൾ അറിഞ്ഞ പിതാവ് നിനക്ക് പ്രതിഫലം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ തമിഴ്നാട്ടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നീ ഉപവസിക്കുന്ന അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യും. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവ്വം കാത്തായി കാണിക്കയാ. സ്വീകരിക്കേണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. ഉയരുവികാസയിൽ അക്ഷരയാ, ഉയർത്തുന്നു ഞങ്ങൾ ഹൃദയവും. ഉയരുവികാസയിൽ അക്ഷരയാ, ഉയർത്തുന്നു ഞങ്ങൾ ഹൃദയവും. അടിയോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൽക്കാഴ്ചയായി കൈക്കൊള്ളണേ. അടിയോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൽക്കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവ്വം കാത്തായി കാണിക്കയാ. സ്വീകരിക്കേണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സഹോദരന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിന്റെയും സമർപ്പിക്കുന്ന കാഴ്ചകളുടെയും ഭോജനത്താൽ അത് പരിപോഷിപ്പിക്കുകയും ഉദാശയിൽ നവീകരിക്കുകയും ചെയ്യുന്നവൻ അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും
ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോട് കൂടെ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതമന്ത്രിയായവനത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവം, എങ്ങെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവീകതയാൽ മറ്റൊരായവരെ സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മറ്റൊരിക്കൽ തന്നെ പ്രതിഫലം നൽകുകയും അങ്ങ് നാശത്തിൽ നിന്ന് എല്ലാവരെയും ഏതുവഴിയാണ് അവർ വീണുപോയത് അതേവഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്തു. അവരോട് ഞങ്ങളുടെ സ്ഥലവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമന്യേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. സത്യമായും പരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ തുടരണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായതിൽ അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിൽ ഒരു ജനത്തെ ഒരുമിച്ച് കൊടുന്നത് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകുന്നു. അവിടുത്തെ കൽപ്പന അനുസരിച്ചും ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടുന്ന് കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ താഴം കഴിയും. പലപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കും.
ഭക്ഷിച്ചുകൊണ്ട് ആസ്വദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തം നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിനാശനവും മഹനീയമായ സദാരവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ വരുന്ന കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ പ്രസാദിക്കുവാനും ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപൂജിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാനിടയാക്കണം. വിശിഷ്യാദ്യമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തു ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമര രക്തസാക്ഷികളോടും ഇതിനത്തിന്റെ വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് റേജിസിനോടും ഞങ്ങളുടെ മധ്യസ്ഥമായ കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിലുള്ള നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങളെ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും വലിയ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ മെത്രാനോടും മെത്രാൻ പ്രതിനിധികളോടും വൈദികരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ തന്നെയാണ്. അങ്ങേ തിരുവനന്തപുരം തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടറിയും. കനുവാനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് ദയാപൂർവ്വം വന്ദിപ്പിക്കും. ഞങ്ങളുടെ പ്രിയടഞ്ഞ സഹോദരനെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വകാലമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കും. ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ജനതയ്ക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ അനുഭവിച്ചതരായി നിർഭയം നമുക്ക് സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോ നിന്നുള്ള പാലിലുമായിടേണം. അന്നു വീഴുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതന്ത്രം ഞങ്ങൾ
ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കട്ടെ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം പരിവാർ നൽകുന്നു. അനുഗ്രഹപരമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിക്കുന്നു. അങ്ങേ കരുണയുടെ സഹായത്താൽ ശത്രുരാശങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിന്റെ കുഞ്ഞാടും ദൈവത്തിന്റെ പാപങ്ങൾ നീക്കി ദിവ്യജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ജീവിതം
സ്നേഹം ചൊരിഞ്ഞിട ഓസ്തിരുപാനി വന്നു വാണിട മനസ്സാകുമോ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ദിവ്യഭോജനം അങ്ങയുടെ വിശ്വാസ ഐക്യം സൂചിപ്പിക്കുന്നത് പോലെ അങ്ങേ സഫലത ഐക്യത്തിന് ഫലമറിയുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാപിച്ചു പോകുവിൻ. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവേ. ദൈവത്തിന് നന്ദി. വാഴ്ക വാഴ്ക തിരുക്കുടുംബമേ, വാഴ്ക മാതൃകയായെന്നും മണ്ണിൽ മാറ്റേലും വെങ്കടീരേലും യേശുവിന്റെ ഭവനമേ. നീതിമാനും പുണ്യപുരുഷൻ യൗസേപ്പുതാൻ തന്നുടെ പാലനയിൽ വളർന്ന യേശുവിൻ പാവനമഭവനമേ. കന്യമേരിതൻ സൗഹൃദമേ നിത്യവൃത്തിയ ശോഭിക്കും. പുണ്യപൂരിത മാകുടുംബമേ, ഞങ്ങളെ തൃക്കൺ പാർക്കണേ. വാഴ വാഴ തിരുക്കുടുംബമേ, വാഴ മാതൃകയായെന്നും മണ്ണിൽ മാറ്റേലും വെങ്കടീരേലും യേശുവിന്റെ ഭവനമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.